ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. വയനാട് ദുരന്തം സംബന്ധിച്ച് രാവിലെ 11 മണിക്ക് ഓൺലൈനായി മന്ത്രിതല ഉപസമിതിയുടെ യോഗം ചേരും. നമുക്കറിയാം 4 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് നിരവധി മന്ത്രിമാർ അങ്ങോട്ടേക്ക് വന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് മന്ത്രിതല ഉപസമിതിയുടെ. മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിലെ തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കണം, ബാക്കി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള വിഷയങ്ങൾ ആലോചിക്കാനാണോ യോഗം? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെയും ഏത് രീതിയിലായിരിക്കണം നടപ്പാക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഉപസമിതി യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. നമുക്കറിയാം, അവിടെ 4 മന്ത്രിമാരുടെ ഉപസമിതിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും നേതൃത്വം നൽകുന്നതും. ജില്ലയിൽ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെയും തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ രക്ഷാപ്രവർത്തന രീതികളും മറ്റും കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നുണ്ട്. ദിനം തന്നെ അതിന്റെ വിലയിരുത്തലും നടത്തുന്നുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടക്കം നടത്തേണ്ടത്, അല്ലെങ്കിൽ ലഭിക്കേണ്ട അല്ലെങ്കിൽ കണ്ടെത്തേണ്ട മൃതദേഹങ്ങൾ ഏത് രീതിയിലാണ് അടുത്ത രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്ത് വിശകലനം ചെയ്യുന്ന അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. എങ്കിൽ കൂടിയും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ദിവസം പിന്നിട്ട ഈ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള അടുത്ത നടപടികൾ എങ്ങനെയായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ചേരുന്ന യോഗത്തിൽ വിലയിരുത്തുക. അല്ലെങ്കിൽ ബാക്കി നടപടിക്രമങ്ങൾ ഏത് രീതിയിലേക്ക് ആയിരിക്കണം നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കാനായിരിക്കും മന്ത്രിമാരുടെ ഉപസമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഏതായാലും നിലവിൽ 4 മന്ത്രിമാർ അവിടെ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് നടപ്പാക്കി വരികയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ട കാര്യങ്ങൾ, ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്കായുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പുകൾ പ്രവർത്തന സജ്ജമാണ്. ഭക്ഷണ സാധനങ്ങളായാലും നിലവിൽ അടിയന്തരമായി വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളടക്കം സംസ്കരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സജ്ജീകരണങ്ങൾ ഒരുക്കുക. ഒപ്പം തന്നെ ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ സംസ്കരണ രീതി, ഇതിലൊക്കെയുമുള്ള അടുത്ത ഘട്ടം ഏത് രീതിയിലായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ ചർച്ച ചെയ്യുക. ശരി, അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി. മന്ത്രിതല ഉപസമിതിയുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. 11 മണിക്ക് ഓൺലൈനായി യോഗം ചേരും. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നൽകിയത്. ഇനിയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം ചേരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോൾ 7ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് രക്ഷാദൗത്യം. അപ്പോൾ ഇനി തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങൾ, കൂടുതൽ സമഗ്രമായ ചർച്ച, ഇതൊക്കെ ചർച്ച ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.